ഒരു കലാരൂപം എങ്ങനെയാവണം. ഓ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്നൊരു കഥയുണ്ട്. ഓ ഹെൻറിയുടെ ആ അവസാനത്തെ ഇല എന്ന കഥയിൽ സ്യൂ എന്നും ജോൺസി എന്നും പേരുള്ള രണ്ട് കലാകാരികളാണ്, രണ്ട് പെൺകുട്ടികൾ. അതില് അവരൊരു ചെറിയ ലോഡ്ജിൽ താമസിക്കുന്നു. സ്യൂവിന് പെട്ടെന്ന് ന്യൂമോണിയ പിടിപെട്ട് അവൾ ആശുപത്രിയിലായി. പക്ഷെ ഇവൾക്ക് രോഗം കലശലായി. അപ്പൊ ഇവള് ഡോക്ടർ പറഞ്ഞു, അന്നത്തെ കാലത്ത് ന്യൂമോണിയൊക്കെ പ്രശ്നമുള്ള രോഗമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഇനിയിപ്പം ഒരു വലിയ കാര്യമായിട്ടൊന്നും നോക്കാനൊന്നുമില്ല, നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകുക. അങ്ങനെ ഇവൾ ആ റൂമിലെത്തി. അവൾ ജനൽ തുറക്കുമ്പോൾ ഒരു മുന്തിരി വള്ളി കാണാം. അതിൽ കുറച്ച് ഇലകളുണ്ട്. അതിൽ ഓരോ ദിവസവും ഇവൾ ജനൽ തുറക്കുമ്പോൾ ഓരോ ഇല പൊഴിഞ്ഞു പോകും. അപ്പൊ ഇവളെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ആ ഇല പൊഴിയുന്നത് എന്റെ ജീവിതമാണ്, എന്റെ ജീവിതത്തിലെ ഓരോ ദിവസമാണ് ഇലകളായി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയ്യോ, ഇനി എനിക്ക് 8 ദിവസം, ഇനി എനിക്ക് 7 ദിവസം, ഇനി എനിക്ക് 6, ഇങ്ങനെ ഇവളുടെ ഈ മുന്തിരിവള്ളിയുടെ ഇലകളുമായി ഇവളുടെ ജീവിതം ബന്ധിപ്പിക്കുകയും ഇല പൊഴിയുന്നതോടുകൂടി ഇവളുടെ അന്ന് മരിച്ചു പോകുന്നൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ബെഹർമാൻ എന്നൊരു പ്രായമുള്ള ഒരു കലാകാരൻ താമസിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഈ ആർട്ടിസ്റ്റിന്റെ ചിത്രങ്ങൾ കണ്ടതുകൊണ്ടാണ് ഈ കഥ പറയാൻ കാരണം. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാൾ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറച്ചേരം ആലോചിച്ചു, എന്തെങ്കിലും ചെയ്യണമല്ലോ, ഒരു മാസ്റ്റർ പീസ് വരയ്ക്കണം. അങ്ങനെ ഏറ്റവും അവസാനം ഒരില മാത്രം നിൽക്കുന്നതിന് തൊട്ട് തലേന്ന് 2 ഇല മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഇല കൂടി വീണു. ഇനി എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ, ഞാൻ നാളെ മരിക്കും എന്ന് ഈ സ്യൂ എന്ന പെൺകുട്ടി, 24 വയസ്സുള്ള പെൺകുട്ടിക്ക് അവൾ തീരുമാനിച്ചു. അന്ന് രാത്രി അതിഗംഭീരമായ മഴ പെയ്തു, അതിഗംഭീരമായ കൊടുങ്കാറ്റടിച്ചു. പിറ്റേന്ന് രാവിലെ ഇവൾ മുറി ജനാല തുറന്ന് നോക്കുമ്പോ ആ ഒരില മാത്രം പൊഴിയാതെ നിൽക്കുന്നുണ്ട്. മനോഹരമായൊരു ഇല. ഇവൾക്ക് ആത്മവിശ്വാസത്തിന്റെ, ഓ ഹെൻറി പറയുന്നതാണ്, ആത്മവിശ്വാസത്തിന്റെ ഇലയായിരുന്നു ആ ഹെൻറി വരച്ചു ആ ഇല. അത് കണ്ടോടനെ അവളുടെ ജീവിതം, ഇനിയിപ്പോ എനിക്ക് മരിക്കേണ്ട കാര്യമില്ല, ഞാൻ മരിക്കൂല എന്നവൾ തീരുമാനിക്കുകയും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. കുറച്ച് കഴിഞ്ഞാണ് അവൾക്കല്ല, മറ്റു കൂട്ടത്തിലുള്ള ആളുകൾക്ക് മനസ്സിലായി അതല്ല, ഒറിജിനൽ അല്ല. ബെഹർമാൻ എന്ന ആ കലാകാരൻ, ആ ആർട്ടിസ്റ്റ് തലേന്ന് രാത്രിയിലെ മഴയിൽ, മറ്റേ ഒറിജിനൽ മുന്തിരിയില പൊഴിഞ്ഞു പോയിരുന്നു, തലേന്ന് രാത്രിയിലെ മഴയിൽ ആ ഇല പെയിന്റ് കൊണ്ട് വരച്ച് ചേർത്തതാണ്. അതുകൊണ്ട് ആ ഇല ഒരിക്കലും പൊഴിയാൻ പോകുന്നില്ല. പക്ഷെ ബെഹർമാൻ ആ മഴയത്ത് ന്യൂമോണിയ പിടിപെട്ട് മരിച്ചു. പക്ഷെ ബെഹർമാൻ വരച്ച ആ മാസ്റ്റർ പീസ് വർക്ക്, അതായത് ആത്മവിശ്വാസത്തിന്റെ ഇലയെ കുറിച്ചാണ് ഓ ഹെൻറി പറയുക. ഇത്തരം ആത്മവിശ്വാസത്തിന്റെ ഇലകൾ കാണുന്ന പ്രേക്ഷകർക്ക്, വായിക്കുന്ന വായനക്കാർക്ക്, സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് കൊടുക്കുന്നതാവണം ഏതൊരു കലാരൂപവും എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അവിടെയാണ് വിനോദം ഉണ്ടാവുക.